ഞാൻ ഹൃദയം കൊണ്ട് മതേതരത്വം സർട്ടിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെച്ച മതേതരത്വത്തോട് ഒരു പണമിടത്തൂക്കം കോംപ്രമൈസ് ചെയ്യാത്ത ഒരൊറ്റ നേതാവേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളൂ. അത് ലാലു പ്രസാദ് യാദവാണ്. ലാലു പ്രസാദ് യാദവിനോട് കോൺഗ്രസ് പോലും അനീതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ അടിയുറച്ച് മതേതരത്വ ചേരിയിൽ നിൽക്കുന്ന MK സ്റ്റാലിൻ്റെ പിതാവായ കരുണാനിധി പോലും മാറിയും മറിഞ്ഞും ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പല മുന്നണികളോടും സന്ധി ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലു പ്രസാദ് യാദവ് ഒരർത്ഥത്തിലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രിയും ഓം ബിർളയും ഒക്കെ വികാരം കൊള്ളുന്നതിനെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം ചോദിച്ചത്, അല്ല, അടിയന്തരാവസ്ഥയിൽ ഞങ്ങളൊക്കെ പോരാടുമ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? നിങ്ങളെയൊന്നും എവിടെയും കണ്ടില്ലല്ലോ. ഇപ്പോൾ എന്താണ് അടിയന്തരാവസ്ഥയോട് ഇത്രമേലൊരു പ്രണയം തോന്നാൻ നിഷ്പക്ഷ നിലപാടിൽ? അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ കളങ്കരഹിതമായ മതേതരത്വ നിലപാട് ഇന്നുവരെ സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏക നേതാവ് ലാലു പ്രസാദ് യാദവ് മാത്രമാണ്. ലാലു പ്രസാദ് യാദവ് എന്നും മതേതര ചേരിയിലായിരുന്നു. ജയപ്രകാശ് നാരായണൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടൊപ്പം നിലകൊണ്ട് അതിനുവേണ്ടി നിലയുറപ്പിച്ച നേതാവാണ്. പക്ഷേ ഒരു കാലത്തെ ചതിയന്മാരും വഞ്ചകന്മാരും താപ്പാനകളുമായ ഡൽഹി രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് വെള്ളാനകൾക്ക് അതൃപ്തി തോന്നിയപ്പോൾ അഴിമതി കേസുകൾ കൊണ്ട് ചാർത്തി കൊടുത്ത് ജയിലിലടച്ച ആളാണ് ലാലു പ്രസാദ് യാദവ്. ആ അടയ്ക്കപ്പെട്ട ശിക്ഷാവിധികളെല്ലാം പൂർത്തിയാക്കി ഗുരുതരാവസ്ഥയിൽ നിന്നും അതിഗുരുതരാവസ്ഥയിലേക്കും അല്ലാതെയും ഒക്കെ കടന്നു പോകുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും തൻ്റെ മോചനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കേസ് അസ്ഥിരപ്പെടുത്താനോ വേണ്ടിയോ ഇന്ന് ഈ നമ്മുടെ നാട്ടിൽ അധികാരത്തിന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും സ്വന്തം കൂടാരം വിറ്റുപോകുന്ന ഒരു വായി നോക്കിയുടെയും നെറികേട് ലാലു പ്രസാദ് യാദവ് കാണിച്ചിട്ടില്ല. നിന്നെടുത്ത് നിന്നു, ഉറച്ചു നിന്നു. യഥാർത്ഥത്തിൽ ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി അദ്വാനി രഥയാത്ര നടത്തുമ്പോൾ എല്ലാവരും അത് അനീതിയാണ്, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വർഗീയതയുണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോലും ഒരാൾക്ക് പോലും തൊടാനുള്ള ധൈര്യം ഉണ്ടായില്ല. പക്ഷേ ബീഹാറിൽ അതിൻ്റെ ചാട് തൊട്ടാൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതും അതേ രീതിയിൽ പ്രവർത്തിച്ചതുമായ ഏക നേതാവ് ലാലു പ്രസാദ് യാദവാണ്. അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെയാണ്. ഒരു കോംപ്രമൈസിനും ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. അതൊരു ജനറ്റിക്കൽ സ്ട്രക്ചർ പോലെ അങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞത്, അടിയന്തരാവസ്ഥ വളരെ ഭീകരവും മാരകവുമായൊരു സ്ഥിതിയായിരുന്നു. ആ അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണനോടൊപ്പം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി നിലവിളിച്ച് ബഹളം വെച്ച് സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ 15 മാസത്തോളം തടങ്കലിൽ കഴിയേണ്ടി വന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ന് അതിൻ്റെ പേരിൽ ആവേശം കൊള്ളുന്ന നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ ഓം ബിർളയെയോ അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ അടക്കമുള്ള ആളുകളെയോ എങ്ങും ഇതിനൊന്നും കണ്ടില്ലല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയുടെ പ്രൊവിഷൻ വെച്ചാണ്. പക്ഷേ അവരാരെയും ആ ഒരു സംഗതിക്കപ്പുറത്തേക്ക് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യവും സമത്വവും ജനാധിപത്യവും ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഇന്നത്തെ ക്രൂരമായ വിനോദത്തിലേക്ക് അടിയന്തരാവസ്ഥ പോലും എത്തിയില്ലെന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. അന്നത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുകയായിരുന്നു. എന്നാൽ ഇന്നത് അപ്രഖ്യാപിതമായി പല രൂപത്തിലും ഭാവത്തിലും ചെയ്യുക എന്ന് പറയുന്ന ക്രൂരത അത് ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതുകൊണ്ട് നിങ്ങൾക്ക് ഭരണഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിമർശിക്കാൻ യാതൊരു യോഗ്യതയുമില്ലെന്നാണ് ലാലുവിൻ്റെ പക്ഷം.